നോക്കുന്നത് മൊഡ്യൂൾ 2 ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ. അതായത് സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സ്, അതിന്റെ റെപ്രസെന്റേഷനും അതുകൂടാതെ അത് നമ്മൾ എങ്ങനെ അഡീഷനും സബ്ട്രാക്ഷനും ബൈനറി ഫോംസിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ഫിക്സഡ് പോയിന്റ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ, നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് ഈ ഒരു അഡീഷനും സബ്ട്രാക്ഷനും അതെങ്ങനെ യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതും നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കാണും. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അണ്ടർസ്റ്റാൻഡ് ഹൗ ഡിജിറ്റ്സ് റെപ്രസെന്റ് നമ്പേഴ്സ് ഇൻ സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഫോർമാറ്റ്. അതായത് ബൈനറി സിസ്റ്റംസ്, ബൈനറി നമ്പേഴ്സ് ആയിട്ടാണ് നമ്മുടെ നമ്മൾ അരിത്മെറ്റിക് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ ഈ ഒരു നമ്പേഴ്സിനെ തന്നെ സൈൻഡ് നമ്പേഴ്സ് എന്നും അൺസൈൻഡ് നമ്പേഴ്സ് എന്നും ആയിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടിനും രണ്ട് തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. സൈൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സൈൻഡ് നമ്പേഴ്സ്, സൈൻഡ് റെപ്രസെന്റേഷൻ ആ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ റെപ്രസെന്റ് ചെയ്യുക. അൺസൈൻഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രം, 0 to എനി പോസിറ്റീവ് നമ്പർ, അതിനെ നമുക്ക് അൺസൈൻഡ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്താലും മതി, കാരണം നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് വരാം. ഇനി ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പർ റെപ്രസെന്റേഷൻ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കാണും. ഈ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ബൈനറി സിസ്റ്റം, അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. സെക്കൻഡ് അൺസൈൻഡ് നമ്പേഴ്സ്, തേർഡ് സൈൻഡ് നമ്പേഴ്സ്, ഫോർത്ത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. നമുക്ക് ഈ അൺസൈൻഡ് നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ബൈനറി അഡീഷൻ ചെയ്യുന്നു, അതുപോലെ സൈൻഡ് നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ അഡീഷൻ ചെയ്യുന്നു. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴാണ് ഫിക്സഡ് പോയിന്റ് റെപ്രസെന്റേഷൻ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് നോക്കി, ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, ഏതെങ്കിലും ഓപ്പറേഷൻസ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ, അതായത് അതിൻ്റെ അകത്ത് ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഈ കാൽക്കുലേറ്റേഴ്സ്, അതുപോലെ തന്നെ സിഗ്നൽ പ്രോസസ്സിംഗ്, ഇതിനൊക്കെ ഒരുപാട് നമുക്ക് ഈ ഇതുപോലത്തെ ഓപ്പറേഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പൊ ഓരോ ചെറിയ ഒരു സിഗ്നലിനെ പോലും നമ്മൾ ഈ ഡിജിറ്റൽ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് അൺസൈൻഡ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ സൈൻഡ് ഫോർമാറ്റിലോ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ ചിലപ്പോൾ ബിടെക്കിൽ പഠിച്ചതാണ്, ചിലപ്പോൾ ഈസി ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എടുത്തവർ കാണും, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ എടുത്തവർ കാണും. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഈ സിഗ്നൽ ജസ്റ്റ് ഒരു സൈൻ വേവ് ഇങ്ങനെ പോകുന്നത്, അത് പ്ലസ് വലിയൊരു സിഗ്നൽ, അപ്പൊ അതിനെ നമുക്ക് വലിയ ഒരു, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചു കാണും. അപ്പൊ രണ്ട് ടൈപ്പിലുള്ള സിഗ്നൽസിനെ തന്നെ വലിയ ഒരു സിഗ്നലായിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഇതെല്ലാം നമ്മൾ ഡിജിറ്റലി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് വലിയൊരു സിഗ്നലായിട്ട്, ഈ രണ്ട് ടൈപ്പ് സിഗ്നലിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ വലിയൊരു സിഗ്നലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ എല്ലാ തരത്തിലുള്ള സിഗ്നൽസിനെയും നമുക്ക് ഡിജിറ്റലി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ബൈനറി അഡീഷൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ അഡീഷൻസ് വളരെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു ബേസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു, ബൈനറി നമ്പർ സിസ്റ്റം. ഈ ബൈനറി നമ്പർ സിസ്റ്റം യൂസസ് 2 digits, 0 and 1, representing all values. കീ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഈച്ച് ബൈനറി ഡിജിറ്റ് റെപ്രസെന്റ്സ് എ പവർ ഓഫ് 2. നിങ്ങൾക്കറിയാം, ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. അതായത് 1011 എന്ന് പറയുന്ന നമ്പർ നമ്മൾ 1 into 2 cube plus 0 into 2 raised to 2 plus 1 into 2 raised to 1 plus 1 into 2 raised to 0. ഇതിനെ നമുക്ക് 11 എന്ന് ഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടു.
ഇപ്പൊ ബൈനറിയുടെ ബേസിക്സും നമ്മൾ കണ്ടു. 4-ബിറ്റ് എക്സാമ്പിൾ, അതായത് 4 ബിറ്റായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന 0 to 15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് 4 ബിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ 0000 to 1111 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ഒരു റീക്യാപ്പിന് ഞാൻ ഈ ഒരു കാര്യം ഇട്ടുന്നേ ഉള്ളൂ, ബൈനറി നമ്പർ സിസ്റ്റം. കാരണം ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത വരുന്ന ഭാഗങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കും. അൺസൈൻഡ് നമ്പേഴ്സ്, അതായത് സൈൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0 and പോസിറ്റീവ് ഇൻഡിജസ്. 0 to എത്ര വേണേലും 1 2 3 4 എത്ര വേണേലും എക്സ്റ്റെൻഡ് ടു ഇൻഫിനിറ്റി എത്ര വേണേലും നമുക്ക് ഈ ഒരു അൺസൈൻഡ് നമ്പർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അൺസൈൻഡ് നമ്പേഴ്സ് ആർ നോൺ നെഗറ്റീവ് ഇൻഡിജസ്. നെഗറ്റീവ് ഇൻഡിജസ് വരുന്നില്ല. റെപ്രസെന്റഡ് ഇൻ ബൈനറി വിത്തൗട്ട് എനി സൈൻ ബിറ്റ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ മനസ്സിലാകും നമുക്ക് സൈൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ബിറ്റ് സൈൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അത് നമുക്ക് സൈൻഡ് നമ്പേഴ്സ് വരുമ്പോൾ കാണാം. എന്നാലും ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏറ്റവും ഈ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സൈനിന് വേണ്ടി മാത്രമായിട്ടായിരിക്കും നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 0 ആണെങ്കിൽ പോസിറ്റീവും 1 ആണെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. നമുക്ക് ആദ്യം അൺസൈൻഡ് നമ്പേഴ്സിന്റെ നോക്കാം, എന്നിട്ട് നമുക്ക് സൈൻഡ് നമ്പേഴ്സ് കിട്ടും. ഫോർ ആൻ n-bit number the range is between 0 to 2n-1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം ഫോർ എ 3-bit നമ്പർ ആണെങ്കിൽ ഒരു നമ്പറിനെ നമുക്ക് 3 ബിറ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് 0 to 2⁻³ - 0 to 7 ആയി. അതായത് 000 001 010 011 100 101 110 111. ഇത്രയും നമുക്കൊരു 7 ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. 0 to 7, അതായത് 8 റെപ്രസെന്റേഷൻസ് കാണും. 1 2 3 4 5 6 7 8. ഫോർ ആൻ 8-bit നമ്പർ ദ റേഞ്ച് ഇസ് ബിറ്റ്വീൻ 0 to 255. അതായത് 8-bit നമ്പർ ആണെങ്കിൽ 2⁸ - 1, അതായത് 255 ആയിരിക്കും അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു n-bit നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര നമ്പേഴ്സിനെ ഈ ഒരു ബിറ്റ് കൊണ്ട് n-bit കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അത് റേഞ്ച് എത്രയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഉത്തരം ഇത് തന്നെയായിരിക്കും, 0 to 2⁻n-1. അപ്പോൾ പല ഓപ്ഷൻസ് വരാം, 2⁻n 2⁻n-1, അതുപോലെ എന്തെങ്കിലും n തന്നെ വരാം, 2⁻n+1, ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് വരാം. അപ്പൊ ഇത് ടിക്ക് ചെയ്യാൻ ഓർക്കുക. നമ്മുടെ ഒരു n-bit ആണെങ്കിൽ, അതായത് 4 ബിറ്റ് ആണെങ്കിൽ എത്ര നമ്പേഴ്സിനെ അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്ന് ജസ്റ്റ് കാണാതെ പിടിച്ച് വെക്കുക. എക്സാമ്പിൾ ഡെസിമൽ 5 ആണെങ്കിൽ നമുക്ക് 8 ബിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് 5 എന്ന് പറയുന്ന നമ്പറിനെ 8 ബിറ്റ് കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5 നമുക്ക് അറിയാം 101 ആണ് എന്ന് നമുക്കറിയാം. പക്ഷെ അപ്പോൾ ബാക്കി വരുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് ജസ്റ്റ് 0 ഇട്ട് കൊടുത്തിരുന്നതാണ് മതി. അതായത് 8 ബിറ്റ് ആണ് നമ്മൾ ഈ ഒരു 5 എന്ന് പറയുന്ന ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 8 ബിറ്റ് വേണമെങ്കിൽ നമുക്ക് 101 ജസ്റ്റ് 5 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ 3 ബിറ്റ് മാത്രം മതിയാകും. പക്ഷേ ബാക്കി വരുന്ന നമ്പേഴ്സ് നമുക്ക് 8 ബിറ്റ് ആയതുകൊണ്ട് ബാക്കിയെല്ലാം 0 ആയിട്ട് കൊടുക്കും. അതുപോലെ ഡെസിമൽ 200 നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന 200 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 0സും 1സുമായിട്ട് ഉപയോഗിക്കുമ്പോൾ 8 ബിറ്റ് ബൈനറി ആണെങ്കിൽ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇത് നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഡെസിമൽ ടു ബൈനറി എങ്ങനെയാണെന്നുള്ളത് ആദ്യം 200/2 ചെയ്യും, 100 ഇവിടെ 0 എഴുതും, 2 ചെയ്യും,
50 0 എഴുതും. അതായത് ബൈ 2 ചെയ്ത് റിമൈൻഡർ വരുന്നത് 0 ആണെങ്കിൽ 0 എഴുതും. 100 ആണെങ്കിൽ ബൈ 2 ചെയ്യുമ്പോൾ 50 വരും. ഒരു കോഷ്യന്റ് കറക്റ്റ് ആയിട്ട് ഒരു കോഷ്യന്റ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് റിമൈൻഡർ 0 ആണ് വരുന്നത്. 0 എടുത്ത് എഴുതും. ബൈ 2 ചെയ്യും, 25 വരും. 0 2 12 1 അങ്ങനെ പോകും. അപ്പോൾ ഇത് നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ആ ഒരു ആൻസർ ഇതാണ്. 8 ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 11001000 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതൊരു 10 ബിറ്റ് ബൈനറി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാൻ പറയുന്നത് എങ്കിൽ എങ്ങനെ എഴുതും? ഇവിടെ ജസ്റ്റ് 2 0 മാത്രം ഇട്ടു. 00 11001000. സൈൻഡ് നമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ -5 എന്നുള്ളൊരു നമ്പറാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ 5 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ സാധാരണ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 1 0 1 അല്ലെ. അതായത് 1 into 2^2 plus 0 into 2^1 plus 1 into 2^6. അതായത് 4 plus 1 = 5. അതായത് 101 എന്നുള്ള നമ്പറിനെ നമുക്ക് ഡെസിമൽ 5 എന്ന് പറയുന്ന നമ്പറിനെ 101 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ -5 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ നമുക്ക് ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള ഫോർമാറ്റ് ആണ് ഈ സൈൻഡ് നമ്പർ റെപ്രസെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൈനസ് വന്നതുകൊണ്ട് ഈ മൈനസിനെ നമുക്ക് ജസ്റ്റ് 1 ആയിട്ടാണ് ഇടുന്നത്. പക്ഷെ ഇത് ഒരിക്കലും അൺസൈൻഡ് റെപ്രസെന്റേഷനുമായിട്ട് നമുക്ക് തിരിഞ്ഞു പോകരുത്. കാരണം അൺസൈൻഡ് റെപ്രസെന്റേഷനിൽ 1101 എന്ന് പറയുന്നത് 5 plus 1 into 2 cube 13 വരും അല്ലേ. അതായത് 1101 എന്ന് പറയുന്നത് 1 into 2^3 plus 1 into 2^2 plus 0 into 2^1 plus 1 into 2^0. അതായത് 8 plus 4 plus 0 plus 1. അതായത് 13 ആണ് അൺസൈൻഡ് റെപ്രസെന്റേഷനിൽ 1101 എന്ന് പറയുന്ന നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ സൈൻഡ് നമ്പേഴ്സിലാണെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, അതായത് ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റില് ഏത് നമ്പർ ആണോ അതിനെ നമ്മൾ സൈൻ ആ നമ്പർ സൈൻ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ 0 ആണെങ്കിൽ പോസിറ്റീവായിട്ടും 1 ആണെങ്കിൽ നെഗറ്റീവായിട്ടും റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ +5 എന്നുള്ള നമ്പർ ആണെങ്കിൽ 0101 എന്നും -5 ആണെങ്കിൽ 1101 എന്നും ആയിരിക്കും സൈൻഡ് നമ്പർ റെപ്രസെന്റേഷനിൽ സൈൻഡ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. സൈൻഡ് നമ്പേഴ്സ് അലോ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇന്റിജേഴ്സ് ബൈ അലോക്കേറ്റിംഗ് 1 bit, അതായത് ഒരു ബിറ്റ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ടു റെപ്രസെന്റ് ദ സൈൻ. Two common representations for sign numbers. Sign magnitude representation. The leftmost bit indicates the sign 0 for positive, 1 for negative. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ -5 എന്നുള്ള നമ്പർ ആണെങ്കിൽ 1101 ഈ മൈനസ് നമ്മൾ ഇങ്ങേ അറ്റത്ത്, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. +5 ആണെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇതാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. വേറൊന്നെന്ന് പറയുന്നത് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ പഠിച്ചു കാണും. ഫോർ എക്സാമ്പിൾ 5 എന്ന് പറയുന്നത് 101 ആണ്. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആദ്യം എഴുതുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓൾറെഡി പഠിച്ചു കാണും ഇതൊക്കെ. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? 0 1 0. ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ (101) എന്ന് പറയുന്ന നമ്പർ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ്
എന്ന് പറയുമ്പോൾ 0 1 0 ആണ്. ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. 0 1 0 പ്ലസ് 1, അതായത് 0 1 1. അതായത് 5 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷന് 101 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ 5 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 0 1 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ ടൂസ് കോംപ്ലിമെന്റ് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ കാണാം. ആദ്യം 5 എന്ന് പറയുന്ന നമ്പറിനെ ഇത്, അതായത് ബൈനറിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അൺസൈൻഡ് ഫോർമാറ്റിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓരോ ബിറ്റിന് നേരെ റിവേഴ്സ് ചെയ്യാം. 1 ആണെങ്കിൽ 0 എഴുതും, 0 ആണെങ്കിൽ 1 എഴുതും, 1 ആണെങ്കിൽ 0 എഴുതും. ഇതെന്ന് പറയുന്നത് വൺസ് കോംപ്ലിമെന്റ് ആണ്. വൺസ് കോംപ്ലിമെന്റ് കിട്ടിയതിന് ശേഷം അതിന് ജസ്റ്റ് 1 കൊണ്ട് ആഡ് ചെയ്യുക. നമുക്ക് 0 1 1 എന്ന്. അതിനൊപ്പം നിങ്ങൾക്ക് ബൈനറി അഡീഷൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. 0 പ്ലസ് 0 0 ആണ്, 1 പ്ലസ് 0 1, 0 പ്ലസ് 1 1 ആണ്. 1 പ്ലസ് 1 വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. 1 0 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 1 എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് 10 ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം 1 എന്ന് പറയുന്നത് ക്യാരി ബിറ്റ് ആണ്. ക്യാരി, ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഇവിടെ വന്നത് ക്യാരി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി അഡീഷന്റെ ഈ ഒരു ഫോർമുല എന്തായാലും കാണാതെ വെച്ച് വെക്കണം. 0 പ്ലസ് 0 0, 1 പ്ലസ് 0 1, 0 പ്ലസ് 1 ഈക്വൽ ടു 1, 1 പ്ലസ് 1 ഈക്വൽ ടു 1 0. അത് നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്താണ് എന്നനുസരിച്ചിരിക്കും ഇത് 1 0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു ബിറ്റ് മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ 1 എന്ന് പറയുന്നത് ഓവർഫ്ലോ ആയി പോകും. കാരണം ഈ 1 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു മാർഗവും ഇല്ലാതെ വരും. അപ്പോൾ ഈ ഒരു 0 മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റേഴ്സിനൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കാൽക്കുലേറ്റേഴ്സിനൊക്കെ ഒരു നിശ്ചിത ഒരു ഡിജിറ്റ് ഉണ്ട്, ഒരു ഇത്ര ഒരു ബിറ്റ്സ് ഉണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു അഡീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടില്ല. അവിടെ എന്തായാലും എറർ അടിക്കും. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ബൈനറി അഡീഷന്റെ ഒരു കറക്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ മാക്സിമം കുറെ നമ്പേഴ്സ്, ഒരു വലിയ ഒരു നമ്പർ തന്നെ ഇൻപുട്ട് ചെയ്യുക, അതിന്റെ കൂടെ പ്ലസ് കൊടുത്തിട്ട് വീണ്ടും ഒരു നമ്പർ കൂടെ ആഡ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ എന്തായാലും വേറെ അടിക്കുന്ന കാണാം. അപ്പോൾ അതാണ് ഈ ഒരു ക്യാരി ബിറ്റിന്റെ ഒരു ആ ഒരു ഓവർഫ്ലോയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അത് സോൾവ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമുക്ക് ഒരുപാട് ഈ ആഡേഴ്സും ക്യാരി ബിറ്റ് ആഡർ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും സൈൻഡ് നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ് 0 ആൻഡ് 0 ഫോർ പോസിറ്റീവ് ആൻഡ് 1 ഫോർ നെഗറ്റീവ്. പിന്നെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ, ആദ്യം നമ്മൾ ബൈനറി ഫോർമാറ്റിൽ എഴുതുന്നു, പിന്നെ അതിനെ ഓരോ ബിറ്റിനെ റിവേഴ്സ് ചെയ്യുന്നു. 1 ആണെങ്കിൽ 0 ആക്കുന്നു, 0 ആണെങ്കിൽ 1 ആക്കുന്നു. പിന്നെ ആ ഒരു നമ്പറിനെ ജസ്റ്റ് 1 കൊണ്ട് ആഡ് ചെയ്യുന്നു, നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ കിട്ടും. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോർ എ 4-bit നമ്പർ 0001 എന്ന് പറയുന്ന നമ്പറിന് ഇത് നമുക്ക് +1 ആണെന്ന് തന്നെ അറിയാം. ഇത് ബൈനറി ഫോർമാറ്റ് ആണ്, ഇത് ഡെസിമൽ ഫോർമാറ്റ്. 1001 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് -1 ഇട്ട് എഴുതാം. 4-bit നമ്പർ ആണെങ്കിൽ. 3-bit നമ്പർ ആണെങ്കിൽ എങ്ങനെ എഴുതും? 101 ഇത്രയേ ഉള്ളൂ. 2-bit നമ്പർ ആണെങ്കിൽ -1 എങ്ങനെ എഴുതും? 11 ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സാർ ഒരു ഡൗട്ട്, ഇത് 4 ബിറ്റ് നമ്പർ അല്ലേ? അപ്പൊ 1001 എന്ന് പറഞ്ഞാൽ ശരിക്കും അത് 5 അല്ലേ? അപ്പോ 1001 എന്ന് പറഞ്ഞപ്പോ നമ്മൾ സാധാരണ 5 അല്ലേ എഴുതുള്ളൂ, അപ്പൊ ഇങ്ങനെ -1 എഴുതും? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അഡീഷന് ഉപയോഗിക്കത്തില്ല, അതായത് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കത്തേ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു 4 ബിറ്റ് നമ്പറിൽ 3 ബിറ്റ് നമ്പർ മാത്രമേ അതിന്റെ നമ്പർ ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. MSB എപ്പോഴും സൈൻ ആയിരിക്കും അല്ലേ? അതെ, ഇതിന്റെ MSB എന്ന് പറയുന്നത് 0 ആണ്, അതുകൊണ്ട് പ്ലസ് ആണ്. നിങ്ങൾ ഈ 0യും 1നെയും ജസ്റ്റ് പ്ലസ് എന്ന് മൈനസ് ആയിട്ട് കണ്ടാവും. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ പ്ലസ്, 1 എന്ന് പറഞ്ഞാൽ മൈനസ്. അപ്പോൾ 0001 എന്ന് പറയുന്നത് +1, 1001 എന്ന് പറയുന്നത് -1. അപ്പോൾ 4 ബിറ്റ് നമ്പറിനെ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനിലാണ് അതാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ 3 ബിറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. n ബിറ്റ് നമ്പർ ആണെങ്കിൽ 2n - 1 കണ്ടോ. 4 ബിറ്റ് നമ്പർ ആണെങ്കിൽ 2n - 1, 2³ - 1, -7 to +7 വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ 4 ബിറ്റ് ആണെങ്കിൽ നമ്മൾ അൺസൈൻഡ് മാഗ്നിറ്റ്യൂഡിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 00000 to 1111 വരെയാണ്. ഈ 1ല് 1111, അതായത് 0 to 15 വരെ ഡെസിമൽ നമ്പേഴ്സ്. ഇങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പക്ഷെ ഇത് അൺസൈൻഡ് ആണ്. സൈൻഡ് ആണെങ്കിൽ -7 to +7 വരെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ.